ഹലോ, വെൽക്കംസ് ടു ബെല്ലാസ് ഫ്ലോറിഡേ. അഗ്ലോണിമ ഒരു പോയ്സണസ് പ്ലാന്റ് ആണോ? എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ എന്നുള്ളത്. അഗ്ലോണിമയെ നമ്മൾ ചൈനീസ് എവർഗ്രീൻ, ഫിലിപ്പൈൻ എവർഗ്രീൻ, ഗോൾഡൻ എവർഗ്രീൻ, പോയ്സൺ ഡാർട്ട് പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നൊക്കെ പേരിലാണ് ഈ അഗ്ലോണിമ അറിയപ്പെടുന്നത്. ഏഷ്യൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് അഗ്ലോണിമ പ്ലാന്റ് കാണപ്പെടുന്നത്. ഏഷ്യൻ കൺട്രീസാണ് അഗ്ലോണിമ പ്ലാന്റിൻ്റെ ജന്മദേശം എന്ന് നമുക്ക് പറയാം. ചൈനീസ് എവർഗ്രീൻ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള ലീവ്സാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, റെഡ് കളറ്, അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ പോയ്സണസ് ആണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതായത് ഇത് നമ്മളെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിഷമായിട്ട് മരിക്കുന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ ലീഫിൽ കുറച്ച് പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. നമുക്കറിയാം, നാസ അപ്രൂവ് ചെയ്ത ഇൻഡോർ പ്ലാന്റുകളിൽ എയർ പ്യൂരിഫയിങ് പ്ലാന്റുകളിൽ ഒന്നാണ് അഗ്ലോണിമ എന്നുള്ളത്. അതായത് അഗ്ലോണിമ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള മൂലകങ്ങളെയൊക്കെ വലിച്ചെടുക്കുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അഗ്ലോണിമേൻ്റെ ലീഫിൽ കാൽഷ്യം ഓക്സലേറ്റ് പറഞ്ഞ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് ചെറുതായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചൊറിച്ചിൽ, നല്ല പെയിൻഫുള്ളായിട്ടുള്ള റാഷസ്, ഇവയൊക്കെ നമ്മുടെ സ്കിന്നിൽ കാണപ്പെടും. ഇതാണ് അഗ്ലോണിമയെ കുറിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാം ഇൻഡോറിലുള്ള നമ്മൾ വെക്കുന്ന ഒരുവിധം പ്ലാന്റ്സൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ പോയ്സണസ് ആണ്. അഗ്ലോണിമയിൽ പല പല വെറൈറ്റീസ് ഉണ്ട്. നല്ല കാണാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന വെറൈറ്റീസ്, നല്ല റേറ്റ് കൂടിയ വെറൈറ്റീസ് ഉണ്ട്. അഗ്ലോണിമ പ്യുവർ റെഡ്, പ്യുവർ വൈറ്റ് ഇതിലൊക്കെ ഭയങ്കര റയറായിട്ട് കാണപ്പെടുന്ന പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ കോമൺ ആയിട്ട്, ഇത് ലിപ്സ്റ്റിക് ഗ്രീനാണ്, എല്ലാവർക്കും ഒരേ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കുറഞ്ഞിരുന്നു. ആദ്യം നല്ല മാർക്കറ്റിംഗ് ഉള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ. നമ്മൾ ചൂ ചെയ്താലോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. ഇത് ലോ ലൈറ്റിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു പ്ലാന്റാണ്. അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. കട്ടിങ്ങൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളർത്തിയെടുക്കാം. വളം കൂടിപ്പോയാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് കേടുവന്ന് പോവും. പിന്നെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഈ ഡിഫൻബാക്കിയും, അതായത് ഡംകെയിനും അഗ്ലോണിമയും തമ്മിൽ എന്താണ് ഡിഫറൻസ്. ഇപ്പോൾ ഈ പിക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ ഡിഫൻബാക്കിയാണ്, അതായത് ഡംകെയിനാണ്. ഇതും അഗ്ലോണിമയും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഏതാണ് അഗ്ലോണിമ, ഏതാണ് ഡിഫൻബാക്കിയ എന്നുള്ള പ്ലാന്റ് എന്നുള്ളത്. ഇന്ന് ഇവ തമ്മിൽ നമുക്ക് കാണപ്പെടുന്നൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഡിഫൻബാക്കിയൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള ലീഫാണ്, കുറച്ചും കൂടെ വലിയ ലീഫായിരിക്കും. എനിക്ക് ഈ പിക്കിൽ തന്നെ കാണുന്നുണ്ട് ഡിഫൻബാക്കിയൻ്റെ ലീവ്സ്. ഇതും നമ്മൾ പോയ്സണസ് പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതും പണ്ട് കാലങ്ങളിൽ തൊടിയിലൊക്കെ കാണപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് കൊണ്ടുവന്നു. ആദ്യമൊക്കെ ഇതൊരു ട്രെൻഡിങ് ആയിരുന്നു, പിന്നെ അതിനെ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞത് പോയ്സണസ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഇൻഡോറായിട്ട് വെച്ചിരിക്കുകയാണ് ആൾക്കാർ. ഇതൊക്കെ ഡിഫൻബാക്കിൻ്റെ ഓരോരോ വെറൈറ്റിയാണ് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് അഗ്ലോണിമയാണെന്ന് തോന്നും, പക്ഷേ അഗ്ലോണിമ അല്ല. ഡിഫറൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകം കണ്ടില്ല, നല്ല ബ്രോഡ് ലീവ്സാണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിൻ എന്ന് പറയുന്ന ആ വരകൾ ഇങ്ങനെ കാണപ്പെടുന്നുണ്ടല്ലോ, അതിനെ വെയിൻ എന്ന് പറയണം. അത് ഇതിൻ്റെ അഗ്ലോണിമയെക്കാളും ഒരു കൂടുതലായിരിക്കും എണ്ണം. അതായത് അഗ്ലോണിമയിൽ 5 to 8 മെയിനായിട്ടുള്ള വെയിനുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഡിഫൻബാക്കിയയിൽ 8 കൂടുതൽ വെയിൻസ് കാണപ്പെടും. വെയിൻസ് എന്ന് പറയുന്നത് ഞരമ്പ് പോലെ കാണപ്പെടുന്നതിനായിട്ട് വെയിൻസ് എന്ന് പറയുന്നത് അത്രയും കാണപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിഫൻബാക്കിയൻ്റെ മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിന് ഭയങ്കര കട്ടി കൂടുതലായിരിക്കും. 8 to 5 അടി ഉയരം ഉണ്ടായിരിക്കും ഇതിൻ്റെ തണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അഗ്ലോണിമ അത്രത്തോളം ഉയരം വെക്കില്ല, അത്രയും ഫീറ്റ് ഉയരം വെക്കില്ല. അപ്പോൾ ഇതിൽ അഗ്ലോണിമ ഉണ്ട്, ഡിഫൻബാക്കിയ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒന്നിച്ച് വെച്ചിരിക്കുന്നത് ഡിഫൻബാക്കി അത്ര കളർഫുള്ളല്ല, വൈറ്റ് ഗ്രീന് മിക്സഡ് ആയിട്ടുള്ള ഇതിലാണ് അധികം വരുന്നത്. വേറെ പ്യുവർ ഗ്രീനിൽ ഡോട്ട് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ലീവ്സ് കണ്ടില്ല, അഗ്ലോണിമേനേക്കാളും ബ്രോഡായിട്ടുള്ള ലീവ്സാണ്. വെയിൻസ് അതുപോലെ തന്നെ വളരെ കൂടുതലാണ്. എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരുന്ന ഇതാണ്, അഗ്ലോണിമ ഏതാണ്, ഡിഫൻബാക്കി ഏതാണ് എന്നുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കൂടെ അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാൻ നിങ്ങൾക്കെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.